ഇതാരാ വക്കച്ചനോ? ആ കയറി വർക്കിച്ചനെ ഈയിടെയായിട്ട് ഇവിടേക്കൊന്നും കാണാറില്ലല്ലോ. കൃഷിപ്പണിയിലൊക്കെ ഇച്ചിരി തിരക്കാണച്ചോ, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. നമ്മുടെ തോമസിനെ ഇപ്പൊ കാണാറുണ്ടോ? എന്താച്ചോ, അയാളിപ്പോഴും പഴയ മാതിരി തന്നെ. ഒക്കച്ച നമുക്ക് അവന്റെ മനസ്സൊന്ന് മാറ്റിയെടുക്കണം. അച്ഛൻ അവനെ ഒന്ന് ഉപദേശിച്ച് നോക്ക്. ഞാൻ എങ്ങനെയെങ്കിലും അവനെ അച്ഛൻ്റെ അടുത്ത് എത്തിക്കാം. ശരി അച്ഛോ, ഒന്ന് ഞാൻ പോയിട്ട് വരാം. ഓക്കെ വർക്കിച്ച. ഞാൻ ഈ മൂന്നാറ് വരെ ഒന്ന് പോയതാ. തോമച്ച, നീ മാമലക്കണ്ടത്ത് പോയിട്ടുണ്ടോ? അതിലൊക്കെ എവിടെയാ സമയം? തോമച്ച, നല്ല അടിപൊളി സ്ഥലമാണ്. നമുക്കൊരു ട്രിപ്പ് വെച്ചാലോ? എന്തൊക്കെയാ പറഞ്ഞ? നമുക്ക് അടുത്ത ബുധനാഴ്ച പോയാലോ തോമച്ച? ബുധനാഴ്ച ആണെങ്കിൽ ഞാൻ വരാം. എന്നാ ശരി തോമച്ച, ഞാൻ പോയിട്ട് വരാം. ഓക്കെ പറ്റാ. തോമച്ച, ഇതാണ് ഞാൻ പറഞ്ഞ അച്ഛൻ. അച്ചോ, ശിംഷാക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. വക്കച്ചനോ? ഞാൻ ആ തോമച്ചനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, നല്ല കാര്യം. അച്ഛാ, നമുക്ക് ഒരുമിച്ച് പോവാം. ഓക്കെ. ആ മരത്തിന്റെ അടുത്ത് നിർത്തോ വക്കച്ച? ശരി അച്ഛാ. ഈ മരത്തിന് 100 വർഷം പഴക്കമുണ്ട്. ആ മരങ്ങൾക്ക് അതിനുശേഷം ഉണ്ടായിരുന്നു. അച്ഛാ, അതിനു മുമ്പ് വേറെ മരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അവരെല്ലാം 100 വർഷം മുമ്പ് നടന്ന പ്രകൃതിക്ഷോഭത്തിൽ നിലംപൊത്തി. അന്റെപ്പാ, ഈ മരം എത്ര കുമ്മിയാണ്? അളന്ന് നോക്കാം. ഈ മരം കാണിച്ചാലൊന്നും തോമച്ചന്റെ മനസ്സ് മാറില്ല. അതിന് എന്തെങ്കിലും ഒരു മരുന്നുണ്ട്. തോമച്ച, വാ നമുക്ക് പോകാം.
അപ്പം നിങ്ങളെ മലയൊക്കെ ഒന്ന് കാണിച്ചു തരാം ഞാൻ. ആ മലയുടെ പേരാണ് ആന കണ്ട കൊമ്പ്. ആ മലയ്ക്ക് ആ പേര് വരാൻ എന്താ കാരണം? പണ്ട് ആളുകൾ അതിൽ നടന്നു പോയപ്പോൾ ആനേനെ അടിയിൽ കണ്ടു. അങ്ങനെയാണ് അത് ആന കണ്ട കൊമ്പ് എന്ന പേര് വന്നത്. ആ മലയാണ് പെരുവര. നല്ല വ്യൂ ആണല്ലോ. ആദ്യമായിട്ട് വന്നല്ലോ നീ, എന്താ കുടിക്കാൻ എടുക്കേണ്ടത്? അച്ഛാ ഒത്തിരി തിരക്കുണ്ട്, അത് വേറെ ദിവസം ആവും. തോമച്ചാ, ഞാൻ അവിടെ വെച്ച് ആ മരത്തിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. അല്ല അതെന്താന്ന് വെച്ചാ? ഞാൻ അവിടെ വെച്ച് ആ മരത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ എത്ര കുടി മരം ഉണ്ടെന്നല്ലേ തോമച്ചൻ ചിന്തിച്ചത്? അതെ അച്ഛാ. ശരി, ഞാൻ ഇപ്പോൾ വരാം. ഇരുപത്തഞ്ച് വർഷമായി ഞാൻ ഈ വനത്തിൽ വന്നിട്ട് ഇതേവരെ ഒരു മരം പോലെ പെട്ടാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. അച്ഛാ അപ്പോൾ ഞങ്ങളെങ്ങനെ ജീവിക്കും? ശരി തോമച്ചാ, ഇതെന്താ ഇത്? അതൊരു ബ്ലേഡ്. ഞാൻ ഈ ബ്ലേഡ് ഓടിക്കാൻ സംഭവിക്കും. തോമാച്ചൻ ഓരോ മരം മുറിക്കുമ്പോഴും ആ മരം വേദനിക്കുന്നുണ്ട്. ശരിയാണ്. അതുകൊണ്ട് ഇന്നു മുതൽ എൻ്റെ മകനെ ഒരു മരവും നീ വെട്ടരുത്. ശരി അച്ഛാ. മുതലാളി, അപ്പോൾ നമ്മൾ ഇനി എങ്ങനെ ജീവിക്കും? ആനപ്പാ, നമുക്ക് വേറെ ബിസിനസ് ചെയ്യാം. ശരി മുതലാളി. എപ്പോഴും ശ്രദ്ധിക്കട്ടെ. ഓക്കെ അച്ഛാ, ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? അച്ഛാ ഇതൊരു ബിസിനസ് അല്ല, ഞാൻ ചെയ്തു പോയ പാവങ്ങളുടെ ഒരു പരിഹാരം. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അച്ഛാ എന്തിരിക്കും? അച്ഛാ ഒരു സെൽഫി എടുത്തോട്ടെ?